ഹലോ, ഗുഡ് മോർണിംഗ്. ക്യൂരിയോസിറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ഗുരുത്വാകർഷണം അല്ലെങ്കിൽ ഗ്രാവിറ്റിയെ പറ്റിയാണ്. ഗ്രാവിറ്റി എന്ന് പറയുമ്പോൾ നമ്മളെ ഭൂമിയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇരിക്കുമ്പോൾ നമ്മൾ ഭൂമിയുടെ രൂപം തെക്ക്, വടക്ക്, ഈസ്റ്റ് ആൻഡ് വെസ്റ്റ് അങ്ങനെയുള്ളത്. അപ്പൊ അതിൽ തെക്ക് ഭാഗത്തുള്ള ഏറ്റവും താഴെ, മറ്റേത് വടക്ക് ഭാഗത്തുള്ള ഏറ്റവും മുകളിലും അങ്ങനെയുള്ള ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇമാജിനേഷൻ കാണുമ്പോൾ താഴെ നിൽക്കുന്ന ഒരാള് തെക്ക് ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ താഴെ തലകുത്തനെ നിൽക്കുന്നതായി തോന്നും. യഥാർത്ഥത്തിൽ തലകുത്തനുള്ള അർത്ഥം ഇല്ല. കാരണം ഭൂമിയുടെ ഭാഗത്തേക്ക് ഏത് ഭാഗം തിരിഞ്ഞേക്കുന്നത് അതാണ് നമ്മുടെ അടിഭാഗം അല്ലേ, മറ്റേ മേൽഭാഗമാണ്. അപ്പൊ അങ്ങനെയല്ലേ. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ആവുന്നത് ഭൂമിന്റെ സെൻട്രൽ പോയിന്റിലേക്ക് നമ്മളൊക്കെ വളരെ ശക്തിയായിട്ട് പുള്ളി ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിവിടെ എല്ലാം സേഫായിട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പൊ ഈ ഗുരുത്വാകർഷണത്തിന് പല കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളിപ്പോ ഒരു സാധനം ഫ്രീ ഫോൾ ആയിട്ടുള്ള ഒരു സാധനം മേലോട്ട് താഴോട്ട് വീഴുകയാണെങ്കിൽ അതിന് സാധാരണ ഗ്രാവിറ്റി വേർപ്പെടുത്താൻ എളുപ്പമല്ല. നമ്മളൊരു വസ്തു ഗ്രാവിറ്റി ഇല്ലാതാക്കിയിട്ട് നമുക്ക് പുറത്ത് ആകാശത്തോട് നിർത്തണം എന്ന് വെച്ചാൽ അതിനൊരിക്കലും സാധിക്കില്ല. കാരണം അതിന് അങ്ങനെ ഒരു സയന്റിഫിക് ഇതുവരെ കണ്ടുപിടിച്ചില്ല അങ്ങനെ സയൻസ്. അപ്പോൾ ഈ സയൻസിലുള്ള പ്രകാരം നോക്കുമ്പോൾ ഗുരുത്വാകർഷണം മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്ന സാധനത്തിൽ മാത്രമേ ഗുരുത്വാകർഷണം ഇല്ലാതാക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ ഗ്രാവിറ്റി ഇല്ലാതാക്കുള്ളൂ. ഗ്രാവിറ്റിന്റെ ചിലപ്പോൾ നെഗറ്റീവ് ഗ്രാവിറ്റി ആവാൻ സാധ്യതയുണ്ട് നല്ല സ്പീഡിൽ വന്ന് വീഴുകയാണെങ്കിലും. അപ്പോഴേ ഇത് എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മള് നോക്കുമ്പോ ഈ സ്പേസ് ക്രാഫ്റ്റ് നമ്മളിപ്പോ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ISS അതിലുള്ള ആളുകൾ ഇങ്ങനെ നീന്തുന്ന മാതിരിയാണ് കാണാം. അവർക്ക് ഗ്രാവിറ്റി അനുഭവപ്പെടാത്ത മാതിരിയാണ് തോന്നുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. അവിടെ ഇത് 400 കിലോമീറ്റർ മുകളിലാണ് ഈ സ്പേസ് ക്രാഫ്റ്റ് ISS കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഭൂമിക്ക് ചുറ്റും 27,000 കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ആ ഭാഗത്ത് 400 കിലോമീറ്റർ പറഞ്ഞ ഭൂമിയിൽ 400 കിലോമീറ്റർ വരെയുള്ള സ്ഥലത്ത് യഥാർത്ഥത്തിൽ 90% ഗ്രാവിറ്റി ഉണ്ട് അവിടെ. അപ്പൊ അവിടെ അങ്ങനെ അങ്ങനെ പറക്കേണ്ട ആവശ്യമില്ല. അവിടെ മര്യാദക്ക് നിൽക്കാനോ ഇരിക്കാനോ കഴിയും. പക്ഷെ പ്രശ്നം ഈ സ്പേസ് സ്റ്റേഷൻ ഈ കറങ്ങുന്നത് 400 കിലോമീറ്റർ വേഗത്തില്, പിന്നെ 400 കിലോമീറ്റർ ഉയരത്തില് ഹൈ സ്പീഡിൽ ഭൂമിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഓരോ 1.5 മണിക്കൂറിൽ ഒരു റൗണ്ട് ചുറ്റും വരും. അപ്പൊ അങ്ങനെ കറങ്ങുമ്പോഴേ അത് യഥാർത്ഥത്തിൽ കാണുന്ന ഒരു ഫ്രീ ഫോളായി ഭൂമിയിലേക്കുള്ള വീഴ്ചയായിട്ടാണ്. കാരണം ഭൂമിയിലേക്ക് ഇങ്ങനെ വീഴുമ്പോൾ അത് യഥാർത്ഥത്തിൽ ഭൂമി ഉരുണ്ടതായതുകൊണ്ട് അതിങ്ങനെ സ്ലിപ്പായി ഇങ്ങനെ പോവാണ്. അപ്പൊ ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ ശരിക്കും അപ്പം അതിനെന്താ ഫീൽ, അതിനുള്ളിലുള്ള ആളുകൾക്ക് ഫീൽ ചെയ്യുന്ന ഇത് ഭൂമിയിലേക്ക് വീഴുന്നതിൽ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇതാണ് ഇപ്പൊ സംഭവിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ വീഴ്ച അതിനെക്കൊണ്ട് അതിന് ഗ്രാവിറ്റി ഇല്ല അവിടെ. അല്ല, അത് ശരിക്കും അതവിടെ നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് താഴോട്ടേക്ക് വിടാതെ, അല്ലെങ്കിൽ അവിടെ ആ സ്പേസ് ക്രാഫ്റ്റിന്റെ ആ പാതയിൽ സഞ്ചരിക്കാതിരിക്കുകയാണെങ്കിൽ അതിൽ ഗ്രാവിറ്റി ഉണ്ട്. അവർക്ക് അവിടെ ഇരിക്കും, നടക്കും ഒക്കെ ചെയ്യാം. പക്ഷെ ഗ്രാവിറ്റി ഇല്ലാകുമ്പോൾ നമ്മൾ ആ വീഴ്ച, ഇപ്പൊ നമ്മള് വിമാനത്തിൽ പോകുമ്പോൾ വിമാനം പെട്ടെന്ന് താഴോട്ട് പോയാൽ നമ്മളെല്ലാവരും മേലോട്ട് പൊന്തി പോകും, നമ്മളെ ഗ്രാവിറ്റി പോകും. അപ്പൊ നമ്മൾ അതുകൊണ്ടാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നത്. ഇല്ല, വിമാനത്തിൽ സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ മേലോട്ട് തെറിച്ചു പോകും. അപ്പൊ ഗ്രാവിറ്റി നമ്മള് ഭൂമിന്റെ നേരെ എത്ര ശക്തിയിൽ വരുന്നോ അത്രയും ഗ്രാവിറ്റി കുറയും, ചിലപ്പോൾ നെഗറ്റീവ് ഗ്രാവിറ്റി ആവും ചെയ്യും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പേസ് ക്രാഫ്റ്റിലുള്ള ആളുകൾ ഇങ്ങനെ പറക്കുന്നതായി കാണുന്നത്. യഥാർത്ഥത്തിൽ അവർക്ക് അവിടെ ഗ്രാവിറ്റി ഉണ്ട്, പക്ഷെ അവർക്ക് പിന്നെ അത് അനുഭവപ്പെടാത്ത അവിടെ വീഴുകയാണ്, ഭൂമിയിലേക്ക് വീഴുന്ന വഴിയാണ്. അത് ഇങ്ങനെ വീഴുമ്പോൾ ഇങ്ങനെ ഉരുണ്ട ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങി പോകാം. ഇതാണ് അതിന്റെ അവസ്ഥ. പിന്നെ ഈ സ്പേസിൽ പോകുന്ന ആളുകൾ അതിന് ട്രെയിനിങ് ഉണ്ടാവും. അവർക്ക് ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ട്രെയിനിങ് കിട്ടണം. അതെങ്ങനെ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലം ഭൂമിയിലൂടെ ഉണ്ടാവില്ലല്ലോ. അപ്പൊ അതിനെന്താ ചെയ്യുന്നത്, അതിന് പ്രത്യേക പ്ലെയിനാണ്, എയറോപ്ലെയിൻ. ആ എയറോപ്ലെയിന് പിന്നെ ആകാശത്ത് ഏറ്റവും ഉയർത്ത് പോയിട്ട് താഴോട്ട് കൊണ്ട് വീഴുകയാണ്. അപ്പോഴാണ് അവർക്ക്, അപ്പം ഒരു വലിയ ഉയർത്ത് പോയിന്റ് താഴോട്ട് വരുമ്പോൾ ആ സമയത്താണ് അവർക്ക് ഗ്രാവിറ്റി ഇല്ലാതെ. അങ്ങനെയാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഇപ്പൊ ഒരു സ്പേസിൽ പോകുന്ന ആളുകൾക്ക് ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് അവർക്ക് ട്രെയിനിങ് ഉണ്ടാവും. അവരിങ്ങനെ പൊന്തി നടക്കുന്ന, അതിൽ പലതും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, പല പ്രശ്നങ്ങളുണ്ട്. വെള്ളം ഇങ്ങനെ പാറി നടക്കും അല്ലേ. അപ്പൊ അതെങ്ങനെ ചെയ്യുന്ന ഒരു വിമാനത്തെ പ്രത്യേക പ്ലെയിൻ ഉണ്ട്, നാസന്റെ അടുത്ത് പ്രത്യേക പ്ലെയിനുകൾ ഉണ്ടായില്ലേ, അവര് മേലോട്ടേക്ക് പോയിട്ട് താഴോട്ട് വീഴുകയാണ്. ഇങ്ങനെ വീഴുമ്പോഴാണ് അവർക്ക് ചിലപ്പോ ഒരു 10-30,000 അടി മേലെ പോയിട്ട് താഴോട്ട് പോകുമ്പോൾ ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ കിട്ടും. ആ സമയത്താണ് അവരെ ട്രെയിൻ നടത്തുന്നത്. അപ്പൊ അവർക്ക് ഗ്രാവിറ്റി ഇല്ലാതെ നിൽക്കണം. അങ്ങ് വീഴുമ്പോൾ ഇങ്ങനെയാണ് അവരേക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. ഗ്രാവിറ്റി ലെസ് ആയിട്ട് സ്ഥലത്ത്
ട്രെയിനിങ് കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ഗുരുത്വാകർഷണം എന്ന സ്ഥലം എപ്പോഴും പിന്നെ ഭൂമിന്റെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഭാസമാണ്. അതിന്റെ പേരിലാണ് നമുക്ക് ഭൂമിയിൽ നിൽക്കുന്നത്. നമുക്ക് എപ്പോഴെങ്കിലും ഇവിടെ ഗ്രാവിറ്റി ഇല്ലാതായാലും നമ്മളെല്ലാം ആകാശത്തേക്ക് പറന്നു സ്പേസിലേക്ക്, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയല്ലേ. അതിന് എത്രയും മതി. പിന്നെ നമുക്ക് അടുത്ത ലെസനായിട്ട് വരാം. ഗുഡ് നൈറ്റ്.